സർ, കഴിഞ്ഞ ദിവസത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി പറയുകയുണ്ടായി, ഇന്ത്യ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടികൾ നൽകുമെന്ന്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് മോദി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. വീണ്ടും ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാവുമെന്നും ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ മോദിയുടെ ഈ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തിന് ശേഷം നമ്മുടെ വ്യോമസേന വളരെ വ്യക്തമായ ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു നീക്കമായിരുന്നു വ്യോമസേന. എന്താണ് നീക്കം? ഇന്നലത്തെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ട്. തിരിച്ചടി യഥാസമയം കൊടുക്കുന്നതിന് ഞാൻ സൈനിക മേധാവികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് വീണ്ടും ചെയ്തുകൊള്ളും. അപ്പൊ ഇത്തരത്തിൽ പറഞ്ഞതിന് ശേഷം നാവിക സേന അല്ലെങ്കിൽ വ്യോമസേന, അതാണല്ലോ മൂന്നെണ്ണം. അപ്പൊ വ്യോമസേനയുടെ ഒരു പ്രത്യേക ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഇന്നലെ കേന്ദ്രത്തെ പോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു ആവശ്യം അവർ ഉന്നയിച്ചു അല്ലെങ്കിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ വ്യോമസേനയ്ക്കകത്ത് നമ്മളിപ്പോ എത്ര പറയുമ്പോഴും വ്യോമസേനയ്ക്കകത്ത് നമ്മളിൽ പറയുന്നത് പോലെ പ്രതിരോധിക്കാൻ വേണ്ട രീതിയിലുള്ള വിമാനങ്ങൾ മിഗ് വിമാനങ്ങൾ പിൻവലിച്ചു കഴിയുമ്പോൾ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി ആശങ്കയുണ്ടായിരുന്നു. അപ്പം 114 റഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങണം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ വാങ്ങാതിരിക്കുന്നൊന്നുമില്ല, വാങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കരാർ ഇഴഞ്ഞു നീങ്ങുന്നു. ആ കരാർ ഇഴഞ്ഞു നീങ്ങുന്നു. 8 കൊല്ലം കൊണ്ടുള്ള കരാറാണ്. ആ കരാർ ഇഴഞ്ഞു നീങ്ങുന്നു. ആ കരാറിനകത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ വെച്ചിരുന്ന റഫേൽ വാങ്ങുന്നതിന്റെ കൂടെ അതിന്റെ കൂടെ ബാക്കിയുള്ളത് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു കാരണം. പക്ഷെ ആ കരാറിന്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് സാങ്കേതികമായിട്ട് എന്തോ പ്രശ്നം കൊണ്ടോ കരാർ 8 കൊല്ലം കൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്നു. നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള വിമാനങ്ങൾ ഒരുപക്ഷെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് രാജ്യങ്ങൾ തമ്മിൽ ഡയറക്റ്റ് വാങ്ങിക്കുന്ന രീതിയിലേക്ക് ആ കരാറിനപ്പുറം മാറ്റം വരുത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ വിമാനങ്ങൾ ഒരുപക്ഷെ ഫ്രാൻസിൽ നിന്നും ഇവിടെ എത്തിക്കാൻ സാധിക്കും. അതിനകത്ത് നമ്മൾക്ക് ഏറ്റവും ഉതകുന്ന വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ആ റഫേൽ വിമാനങ്ങളാവണം. റഫേൽ വിമാനങ്ങൾ തന്നെയാണ് സിന്ദൂരിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് വേണ്ടി വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചതും, നമ്മൾ പല തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതും, ആ വിമാനങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ളതും അതിനകത്ത് പരിചയ സമ്പന്നത ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പൈലറ്റുമാർ ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഈ പറയുന്നത് പോലെ നമ്മുടെ ഇതിന്റെ ഒരു കണക്ക് നോക്കുമ്പോഴും 1 ലക്ഷം കോടി രൂപയുടെ ഒരു ടാർഗറ്റ് ആണ് ഈ പറയുന്നത് പോലെ നമ്മൾ ഈ ഇത് മേടിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുപോലെ ഈ സൈനിക അല്ലെങ്കിൽ നമ്മുടെ ഒരുക്കമുണ്ടല്ലോ, നമ്മുടെ ഇപ്പൊ ഒരുക്കം എന്ന് പറയുമ്പോൾ രാജ്യം ഒരുങ്ങുന്നതെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആ രാജ്യത്തിന്റെ കുഴപ്പമുള്ള അതിർത്തിയിൽ അല്ലെങ്കിൽ അതിർത്തി മൊത്തം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വ്യോമസേന അല്ലെങ്കിൽ നാവികസേന കരസേനയ്ക്കകത്ത് ഈ വ്യോമസേനയുടെ മാത്രം ഒരുപക്ഷെ അതിർത്തി സംരക്ഷണത്തിന് 1 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾക്ക് വേണ്ട മിഗ് വിമാനങ്ങൾ പിൻവലിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ട യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ നമുക്കിപ്പോ 2 രാജ്യങ്ങളുമായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്നത് പോലെ ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ 2 രാജ്യങ്ങൾ ഒരുമിച്ച് വന്നാൽ അതിനകത്ത് പാകിസ്ഥാൻ വരാം, ചൈന വരാം. ആദ്യമേ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ 2 രാജ്യങ്ങൾ. അതിനുശേഷം നമുക്കിപ്പം ചൈന നമ്മുടെ ഭാഗമായിട്ട് അങ്ങ് ചേർന്ന് നിർന്നാൽ പോലും വീണ്ടും നമുക്ക് 2 ശത്രു രാജ്യങ്ങളായിട്ട് വരും. ഒന്ന് രാജ്യം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ പറയണമല്ലോ, ബംഗ്ലാദേശും ചൈനയും കൂടെ വരാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് അതിനെ അതിജീവിക്കാൻ യുദ്ധവിമാനങ്ങളുടെ സ്ക്വാഡ്രൺ എന്ന് പറയും. സ്ക്വാഡ്രൺ എന്ന് പറയുന്നത് നമുക്ക് 42.5 എങ്കിലും വേണം. നിലവിൽ നമുക്ക് 31 മാത്രമാണ് ഈ സ്ക്വാഡ്രൺ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു ഒരു കൂട്ടമാണെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു സ്ക്വാഡ്രൺ ഇത്ര വിമാനം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് 12 20 അതിന്റെ എണ്ണം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞാൽ എന്റെ 18 തൊട്ട് 20 വിമാനങ്ങൾ വരെ വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അതിനകത്ത് നിലവിൽ 32 സ്ക്വാഡ്രൺ മാത്രമാണ് നമ്മൾക്കുള്ളത്. ഈ പറയുന്ന മിഗ് വിമാനങ്ങളുടെ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് 29ലേക്ക് താഴും. അപ്പൊ നമുക്ക് 42 വേണ്ടിടത്ത് 29ലേക്ക് താഴും. അപ്പൊ നമുക്ക് ഈ പ്രതിരോധ മേഖലയിൽ നമുക്ക് പ്രതിരോധ സംവിധാനം നമുക്ക് വേണ്ട രീതിയിൽ ഈ പറയുന്ന ശത്രു രാജ്യങ്ങൾക്കെതിരെ ഒരുക്കുന്നതിന് ഒരുപക്ഷെ വ്യോമസേനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ ഉള്ളപ്പോ തന്നെയാണ് നമ്മൾ ഒരു കുഴപ്പവും വരാതെ ഒരു പ്രശ്നവും വരാതെ അപ്പുറത്തെ രാജ്യത്തിനകത്ത് നിന്ന് വരുന്ന അറ്റാക്കുകളെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ആ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് പോയത്. അപ്പൊ നമ്മൾ ഇത് ഫുൾ സ്കോട്ടിൽ അല്ലെങ്കിൽ രീതിയിലേക്ക് വിമാനങ്ങൾ അവർ ആവശ്യപ്പെടുന്ന രീതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന സാഹചര്യം എവിടേക്ക് പോകും?
അല്ലെങ്കിൽ നമ്മളുടെ പ്രതിരോധ സംവിധാനം എവിടേക്ക് പോകും. അപ്പൊ ആ രീതിയിലേക്കുള്ള അപ്പൊ G2 രാജ്യങ്ങൾ തമ്മിലുള്ള G2 ഇടപാടാകുമ്പോൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം 36 വിമാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇനി 26 ഉടനെ വരുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലേക്കുള്ള ഇപ്പൊ നിലവിലുള്ള ടെൻഡർ കരാർ അല്ലെങ്കിൽ ആ കരാർ മാറ്റിയിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രീതിയിലേക്ക് കരാർ ഉണ്ടാക്കി G2G കരാർ എന്നാ പറയുന്നത്. അത് രാജ്യങ്ങൾ തമ്മിൽ ഡയറക്റ്റ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വിമാനങ്ങൾ വരും. 114 വളരെ ഇതായിട്ട് വരും. അപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനകത്ത് നമ്മൾക്ക് വേണ്ട രീതിയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനുള്ള വിമാനങ്ങളാകും. ആ രീതിയിലേക്കുള്ള ഒരു നീക്കം ഒരുപക്ഷെ ഏൽപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി പറയുന്നല്ലോ അതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അത് എഴുതി കൊടുക്കാമെന്നുള്ള രീതിയിൽ വരെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് ആലോചിക്കാം, ഏത് രീതിയിലാകണം എന്നുള്ള കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് വ്യോമസേനയുടെ ഇത്തരത്തിലൊരു നീക്കം എന്ന് പറയുന്നത്. അതായത് ചറപറ റാഫേൽ പറക്കുന്ന ഒരു അവസ്ഥ, വിമാനങ്ങൾ വേണ്ട രീതിയിലേക്ക് ഇവിടെ എത്തിക്കുന്നതിന് ഇപ്പോൾ ഉള്ള തടസ്സം വളരെ പെട്ടെന്ന് തന്നെ മാറ്റി മുന്നേറി ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ സുരക്ഷ വളരെ കൃത്യമായിട്ട് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കം നടത്തണം. അതേപോലെ തന്നെ നീക്കമാണ് നേവി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേവി കഴിഞ്ഞ ദിവസം അവർക്ക് വേണ്ട രീതിയിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. ബ്രഹ്മോസ് വളരെ കൂടുതലായിട്ട് വാങ്ങിക്കൂട്ടി. ബാക്കി 2 സേനകളും യുദ്ധസജ്ജമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആയുധപ്പുരകൾ നിറച്ച് അല്ലെങ്കിൽ തൊടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് കുറവുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ നേവിക്ക് അടുത്ത അവസരം അടുത്ത പ്രാവശ്യം കൊടുക്കാം, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു അവസരം ഏറ്റവും പെട്ടെന്ന് ഉണ്ടാകുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ പുറത്തും രാജ്യത്തിനകത്തും ചില ഉരുണ്ടുകൂടലുകൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി നേവിയും ബ്രഹ്മോസ് ഒക്കെ മേടിച്ചു കൂട്ടുന്നുണ്ട്. അതായത് ആ റഫേൽ ഏതാണ്ട് 114 എണ്ണം ഉടനെ വരും, നമ്മുടെ കുറവുകൾ പരിഹരിക്കും. ആ രീതിയിലേക്ക് ഈ പറഞ്ഞ പാളിച്ച ഒരുപക്ഷെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതിനും അല്ലെങ്കിൽ അത് ഇത്തരത്തിൽ മാറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റിനെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ സേനയ്ക്ക് വേണ്ട രീതിയിൽ ഇടപെടുവാൻ അല്ലെങ്കിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, ആ തീരുമാനങ്ങൾ രാജ്യത്തുനിന്നാകും, ആ തീരുമാനങ്ങൾ രാജ്യത്തെ പ്രതിരോധ സംവിധാനത്തിന് ഉതകുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു എന്ന് വേണം കരുതാൻ. മറ്റ് പല സമയത്തും അല്ലെങ്കിൽ പല ആൾക്കാരും ഇന്ത്യ മഹാരാജ്യം ഭരിച്ചപ്പോൾ നമുക്ക് ഏറ്റവും അറിയാവുന്ന AK ആന്റണി എന്ന് പറയുന്ന മഹാൻ പോലും ഇരുന്നപ്പോൾ ഒരു കോട്ട് മേടിക്കാൻ അല്ലെങ്കിൽ വെടിയുണ്ട മേടിക്കാൻ ഒരുപക്ഷെ അന്ന് പാർലമെന്റിൽ BJP MLA പ്രതിപക്ഷ നേതാവ് അന്ന് എനിക്ക് തോന്നുന്നു അടൽ ബിഹാരി വാജ്പേയിയാണോ അദ്വാനിയാണോ പറഞ്ഞത്, ഞങ്ങൾ ഒന്നും മിണ്ടത്തില്ല, നിങ്ങൾ സൈന്യത്തിന് വേണ്ട സംവിധാനങ്ങൾ അത്യാവശ്യം തോക്കുകളും വെടിക്കോപ്പുകളും എങ്കിലും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്ന കാലത്താണ് ഇപ്പോൾ എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സൈനിക തലവന്മാരെ ഏൽപ്പിച്ചു പോകുന്ന അല്ലെങ്കിൽ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് വരെ തീരുമാനിക്കാൻ അവർക്ക് അവകാശം കൊടുക്കുന്ന, അത്രയ്ക്ക് സ്വതന്ത്രമായിട്ട് ഒരു അംഗീകാരം കൊടുക്കുന്ന ഒരു പട്ടാളവും സംവിധാനവും ഒക്കെ ആയിട്ട് മാറുന്നത്. അതിന് ഉദാഹരണമായിട്ടാണ് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ സംസാരം വന്നത്. ഏതായാലും അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റിനെ ഞെട്ടിച്ചുകൊണ്ട് വ്യോമസേനയുടെ ഒരു നീക്കം ഒരുപക്ഷെ റഫാൽ കൂടി നടത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും വ്യോമസേന, കേന്ദ്ര സർക്കാർ പോലും ഞെട്ടിച്ചുകൊണ്ട് വ്യോമസേനയുടെ ഈ ഒരു നീക്കം അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കെതിരായി നിൽക്കുന്ന ലോകരാജ്യങ്ങൾക്ക് ഒരു താക്കീത് കൂടിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും വേണ്ടി വന്നാൽ നടത്താൻ ഇന്ത്യ പൂർണ്ണ സജ്ജം എന്ന് ഇതുവഴി തെളിയിക്കാൻ സാധിക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു പ്രശംസ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.